Yo guys, so welcome back to another episode of eFootball 2026. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മളിന്ന് പുതിയൊരു സ്ക്വാഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് കൊനാമി നമുക്ക് ഫ്രീ ആയിട്ട് തന്ന എപ്പിക് പ്ലെയേഴ്സിനെ വെച്ചിട്ട് നമ്മൾ മാച്ച് കളിക്കാൻ വേണ്ടി പോകണം. അതായത് കൊനാമി നമുക്ക് ഗെയിമിൽ ഫ്രീ ആയിട്ട് തന്ന എപ്പിക്സിനെ മാത്രം യൂസ് ചെയ്തിട്ടൊരു സ്ക്വാഡ് ഉണ്ടാക്കി കളിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡിഫറെൻറ്റ് ഫോർമേഷനാട്ടോ ബേസ് ചെയ്ത് 3-2-2-3 അങ്ങനെയാണ് ഇട്ടേക്കണത്. സോ നമുക്ക് നോക്കി വെക്കാം. എന്തായാലും വെറൈറ്റി ഫോർമേഷനാണ്. ആൻഡ് ഡിഫെൻസീവ് വൈസ് ചെറിയ പാളുണ്ടാവും തോന്നുന്നു. പക്ഷെ നമ്മൾ മാച്ചല്ലോ യൂസ് കളിക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഗോൾ കീപ്പറിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, പിക്ക് ഡൺ. സോ ഗോൾ കീപ്പറിൽ എൻ്റെ കയ്യിൽ സ്മൈക്കിൾ ഉണ്ട്, പിന്നെ ഒലിവർ ഖാൻ്റെ. സോ ഒലിവർ ഖാനാണ് നമുക്ക് ഫ്രീ ആയിട്ട് കൊനാമി തന്നത് ലാസ്റ്റ് ഇയറിൽ. സോ ഒലിവർ ഖാനായിട്ടുണ്ട് 106 റേറ്റർ. സോ ഇനി നമുക്ക് വിങ് ബാക്കിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് ജാവിയർ സനേറ്റി. ഇനി ലെഫ്റ്റ് ബാക്കിൽ നമ്മുടെ സെർജീനോ. സെർജീനോ. ഇനി സെൻറ്റർ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു ഔട്ട് ഓഫ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ഫ്രാങ്ക് റൈഗാർഡ്. സോ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് നമുക്ക് നമ്മുടെ ക്യൂപുയിഗിനെ കൊണ്ടുവരാം ഗൈസ്, ക്യൂപുയിഗ്. ആൻഡ് സെൻട്രൽ മിഡ്ഫീൽഡിൽ പാർക്ക് ജീസും. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നമുക്ക് പോകുമ്പോൾ പൗൾ സ്കോൾസ്. ഇനി നെക്സ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നമുക്ക് ഹസാർഡിൻ്റെ ഇടാം ഗൈസ്, ഈലേൻ ഹസാർഡ്. ഇനി ഇപ്പുറത്തെ സെക്കൻഡ് സ്ട്രൈക്കർ ബോയാൻ കീർക്കിച്ച്. നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ അപ്പുറത്തെ റൈറ്റ് വിങ്ങിലെ സെക്കൻഡ് സ്ട്രൈക്കർ റൗൾ. സോ നമുക്ക് CF ഇറ്റ് ഈസ് എൽ ഹാഡ്ജി ത്വയ്ഫ്. സോ നമ്മളെന്തായാലും ഇതാട്ടോ ഗൈസ് നമ്മുടെ പ്ലെയേഴ്സ് കൊനാമി ഫ്രീ ആയിട്ട് തന്ന എപ്പിക് കാർഡ്സ്. സോ ഗോൾ കീപ്പർ ഒലിവർ ഖാൻ, റൈറ്റ് ബാക്ക് സനേറ്റി, ലെഫ്റ്റ് ബാക്ക് നമ്മുടെ സെർജീനോ, പിന്നെ റൈഗാർഡ്, ക്യൂപൊയിഗ്, പാർക്ക് ജീസും, ഈദൻ ഹസാർഡ്, സ്കോൾസ്, റൗള്, നമ്മുടെ ബൊയാൻ കിർക്കിച്ച്, പിന്നെ നമ്മുടെ എൽ ഹാജി ദ്വയ്ഫ്. സോ പിന്നെ ഫോർലാനോ ഉണ്ട് സബിൽ, പിന്നെ നമ്മുടെ ഈ കിർക്കിച്ച ദുയ്ക്ക് അങ്ങനെ പറയുന്ന സംഭവമുണ്ട്, പിന്നെ നമ്മുടെ റിബറി ഉണ്ട്, നമ്മുടെ ഇവനില്ലേ ഒക്കാസാക്കി ഉണ്ട്. സോ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് മാച്ച് കളിപ്പിച്ച് നോക്കാം. ഓക്കെ, സോ അതിന് മുമ്പ് നമുക്ക് മാനേജറൊന്ന് മാറ്റാം. ആരാണ് നമുക്ക് ഗട്ടൂസോനെ ഇട്ടോ ഗട്ടൂസോ ഇങ്ങനെ ഉണ്ടാവും. ഗട്ടൂസോ സാബിനുണ്ടാക്കിയാലോ ഗൈസ്? സാബി വേണ്ട ഗൈസ്, കപ്പല്ലോനെ തന്നെ ഇടാം ഗൈസ്. സോ കപ്പല്ലോ തന്നെ വരട്ടെ, ഇല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അറിഞ്ഞാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ? ലെറ്റ്സ് ഗോ. അതിന് മുമ്പ് ലിങ്ക് പ്ലേ ഇടാൻ പറ്റുമോ? ലിങ്ക് പ്ലേ ഇടാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇത് ഓക്കെ സെറ്റ് ഗൈസ്. സോ നമുക്ക് എന്തായാലും നേരെ മാച്ചിലിട്ട് പോകാം. സോ എന്തായാലും ഗൈസ് നമുക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. മാച്ചോട്ടോ ഗൈസ് നമ്മൾ കളിക്കുന്നത്. സോ അറിയാലോ നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേസ് ഞാൻ ഡിവിഷൻ ലീഗും പിന്നെ മാച്ചൊന്നും ഞാൻ കളിക്കാത്തത്. സോ ഇംഗ്ലണ്ടാണ് കേസ് ഓപ്പോണൻ്റ്. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. കേസ് പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഫോമിലാണ്. നമുക്ക് എന്തായാലും ഇൻഡിവിജ്വൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് പടാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഹാരി കെയ്നൊക്കെ ഉണ്ടല്ലോ ഇംഗ്ലണ്ടിൽ. സോ ഡിഫൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല. സോ നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഫോർമേഷനെ കണ്ടിരുന്നത് 3-2-2-3. ഓക്കെ സോ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും ഡബിൾ അറ്റാക്കിലിടാണ്. ഓക്കെ, പബ്ജി കണക്റ്റായില്ല. ഓക്കെ, റൗളിനെയൊക്കെ ഞാൻ എത്ര കളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല ഗൈസ്. കാരണം അങ്ങനെ റൗളിനെ യൂസ് ചെയ്യാത്ത ആളാണ് ഗൈസ്. കാരണം ഡമ്മി റണ്ണറാണല്ലോ, അത്ര വലിയ യൂസ് വരാറില്ല. കാട്ടിത്തരാം ഗൈസ് എത്ര കളി കളിപ്പിച്ചിട്ടുണ്ടെന്ന്. 37 കളി ഞാൻ കളിപ്പിച്ചോ? 37 കളി കളിപ്പിച്ചത് ഞാൻ ഓർക്കല കേട്ടോ ഗൈസ്. 37 കളിയൊക്കെ ഞാൻ എപ്പോഴാണ് കളിപ്പിച്ചത് എനിക്കൊന്നും അറിയില്ല. കേറീസ് ബൊയാൻ അടി മോനെ, ഏതാ സാധനം ഗൈസ്. ബൊയാൻ്റെ കിഡ് ഗോളാട്ടോ ഇത്. സോ ഇറ്റ് ഈസ് 1-0 FC ഗോവ 1 ഇംഗ്ലണ്ടിനിൽ. എന്താ ബാക്ക് പാസ് കളിക്കുന്നത് സനേറ്റി.
ലാഗുണ്ടല്ലോടാ നല്ലേ. ഓ സാനേറ്റി എട്ടാ റൗള് അടിക്ക്. അത്രേ ഉള്ളൂ മോനെ, അത്രേ ഉള്ളൂ സീന്. മച്ചാൻ പൊളിയത് നിങ്ങൾക്കറിയാലോ. സോ ആ റൗണ്ടിൽ കിട്ടാത്തവർ ഇനിയുണ്ട് കേസൊക്കെ അറിയാം. ശരിക്കും കിട്ടി. കിട്ടാത്തവർക്ക് കിട്ടാത്ത ഇവിടുന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഓക്കെ സീരീസ് സാക്ക ബുക്കായോ സാക്ക നാ പോടാ. ക്യൂബി കൂടെ ഉള്ളപ്പോഴാണ് ഒരു സാക്ക. നല്ല ലാഗുണ്ടല്ലോ. ഓ ഗൈസ് ബൊയാനോട് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ ഹജ്ജി മുസ്തഫ. യെസ്, ഹാജി മുസ്തഫ അടിച്ച് ഗൈസ്. സോ എന്തായാലും കൊള്ളാം. സോ 3-0. സോ ലെറ്റ്സ് ഗോ. ഗൈസ് ഹിയർ ഈസ് റൈഗാർഡ്. റൈഗാർഡിന് അറിയാണെങ്കിൽ ഞാൻ പാസ്സാകുമ്പോൾ കൊടുത്തു പോയി ഗൈസ്. നല്ല ലാഗുണ്ടല്ലോ. എന്താണ് ഇതാണ് ഒന്നാമതേ മാച്ചായിട്ട് അല്ലെങ്കിൽ ലാഗുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിവിഷൻ കളിക്കുന്ന അവസ്ഥ. ഹിയർ ഈസ് റൗൾ ഗൈസ്. സെർജീനോ ഹജി ഒട്ടാ ഓഫ് സൈഡാടാ. പക്ഷെ ആ ഗോള് കിടിലം ഗോൾ ഇട്ടാ. ഏത്ര സാധനം ആക്രോബാറ്റിക് സാധനമായിരുന്നു ഗൈസ്. പക്ഷെ അത് കാട്ടൂല. ഗോളായിരുന്നു സെറ്റായി. കുഴപ്പമില്ല. നൈസ് ട്രൈ ഫ്രം മൈ ബോയ്സ്. ഓക്കെ റൈഗാർഡ് ഇട്ടേ മോനെ. എടാ ഡിഫൻസ് ആരുമില്ല. കേസോടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. 3-0 ആണ്. നമുക്ക് തന്നെയാണ് ലീഡ്. സോ നല്ല ലാഗുണ്ട് കേസ്. എന്താണെന്ന് അറിയാൻ വളരെ നല്ല ലാഗുണ്ട് കേസ്. എന്താണോ എന്തോ. സനേറ്റിക്ക് ഇവിടെ നിന്ന് കിടന്ന ആരെ പിന്നെ അല്ലെങ്കിൽ തന്നെ 3 ബാക്കുള്ളൂ. എൻ്റെ ഇടയിൽ കൂടെ ഇവന്മാർക്ക് ഇവിടെ നിന്ന് കിടന്ന എടാ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചില്ല. എൻ്റെ പൊന്നോ. ഒലിവർ ഖാൻ. ഈ ചങ്ങായിക്ക് ഇതില്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി കേസ്. പക്ഷെ കുഴപ്പമില്ല, ജസ്റ്റ് ചെയ്യാം. ഓക്കെ ബൊയാൻ ടു സെർജീനോ സ്റ്റണ്ണി. എങ്ങടേക്കാടാ ക്രോസ് പോയേ. ബൈ ദ വേ സനേറ്റ് എന്നിട്ട് ഇവിടെ വന്ന് കളിക്കുന്നത് മര്യാദക്കാടോ. റൈറ്റ് ബാക്ക് പോയി കളിക്കാറുണ്ട്. ഈ ചങ്ങ ഇവിടെ വന്ന് നിൽക്കണേ ആയിരിക്കും. ഓക്കെ ലിവർഗാനാണ്. ലിവർഗാൻ ടു ബൊയാൻ എന്തായാലും ഇടയില്ല. പാർജി കമോൺ പാർജി ഫിൽ ഫോഡൻ ടു ബെല്ലിംഗ്ഹാം. അടിച്ച് ഇല്ല ഞാൻ 16 FPS ഇട്ടാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ലാഗ് നല്ല ലാഗുണ്ട്. റെക്കോർഡ് കണ്ടുകൊണ്ടാണ് തോന്നുന്നത്. നല്ല ലാഗുണ്ട് ഇവിടെ. ഇറ്റ്സ് റൗൾ. എൻ്റെ പൊന്നു ഏതൊരു സാധനം. ഇപ്പോൾ ഒരു റോക്കറ്റാണ് ഒന്ന് പോവാൻ. ഓ ഗൈസ് ബൊയാൻ. ഗൈസ് ഹാജി മുസ്തഫ. ഹാജി സനേറ്റി നോക്കിക്കല്ലേ. സനേറ്റി എടാ ഗൈസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ചാൻസ് ഫോർ. ഓക്കെ ഗൈസ് സെർജീനോ എടാ കൊടുക്കല്ലേ ഗൈസ്. സെർജീനോ ഒന്ന് എവിടെ നിന്നായി വന്നേ. ഓക്കെ ഹാജി തോയ് എന്തെന്നാടാ കാട്ടി അവിടെ വെച്ച് മണ്ടൻ മനുഷ്യനോട് പറയിപ്പിക്കാനായിട്ടോ. ഗൈസ് അടുത്ത കളി ഞാൻ മറ്റേ സാധനം ചെയ്യാൻ പോകാം. മുട്ടത്തല എടുപ്പിക്കാൻ പോകണം ഗൈസ് എല്ലാവരും. ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ കളി കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് 4-0. നമുക്ക് തന്നെയാണ് നമ്മൾ തന്നെയാണ് ജയിച്ചിരിക്കുന്ന റൗളാട്ടോ ഗൈസ്. മാൻ ഓഫ് ദി മാച്ച് കൊള്ളാം എന്തായാലും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അടുത്ത ഓപ്പോണൻ്റ് ആരാൻ നോക്കാം. ഇറ്റ്സ് ലിവർപൂൾ ഗൈസ്. ഓക്കെ ഗൈസ് മറ്റേ മാച്ചേ പോയി ഗൈസ്. ഞാൻ അറിയാണ്ടൊരു സംഭവം ചെയ്തതാണ്. അത് മറ്റേ മാച്ച് ക്യാൻസലായിപ്പോയി. സോ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഓസ്ട്രേലിയ ആയിട്ടാണ് ഗൈസ് ഈ മാച്ച്. ഈ ഇൻഡിവിജ്വൽ കൊടുത്തില്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ ഡിഫൻസ് ഒന്നാമത് 3 മാൻ ഡിഫൻസ് ആണല്ലോ. ഒന്നാമത് 2 വിങ് ബാക്കും ഇട്ടേക്കുണ്ട്. ആ 2 വിങ് ബാക്കും ആണെങ്കിൽ ഒഫൻസീവാണ്. സോ മറ്റേ മാച്ച് നമ്മുടെ ലിവർപൂളുമായിട്ടുള്ള മാച്ച് പോയി ഗൈസ്. അത് സംഭവം ചെയ്തത് അത് ക്യാൻസലായി പോയി. ബൈ ദ വേ ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ലാഗ് ഉണ്ടാകും നോക്കി നോക്കാം. ഇല്ലാണ്ടിരുന്നു മതിയായിരുന്നു. ഓക്കെ ഡബിൾ അറ്റാക്ക്. ഓ ഗൈസ് ലാഗുണ്ട് ഗൈസ്. പ്രത്യേകിച്ചൊരു മാറ്റമില്ല. ലാഗിനൊരു ക്ഷാമവും ഇല്ല ഈ ഫുട്ബോളിൽ. ഓക്കെ ഫുസ്കാസ്. ഓക്കെ ബൊയാൻ അടിച്ചടാ വിട്ട ഗൈസ്. ഒലിവർ ഖാൻ
ഓക്കെ സൊലിവർ ഖാൻ നോക്കിയ കേസ് സൊലിവർ ഖാൻ നമുക്ക് എവിടെ വരെയും പോകാൻ പറ്റുമെന്ന്. ഓക്കെ എടാ അത് വേണ്ടായിരുന്നു. എടാ മണ്ട് ആണ് കേസ് പണ്ട് കാര്യമില്ല ഗൈസ്. സ്കോൾസ് എടാ മിസ്. ഓ ഗൈസ് റൗള് ഗൈസ് റൗൾ അടിച്ചിട്ടുണ്ട്. ഹാജിയുടെ അസിസ്റ്റാണ്. സ്കോർ ഇറ്റ്സ് 1-0. 44 മിനിറ്റ് ആയിട്ട് ഗൈസ് ഒരു ഗോൾ അടിക്കാൻ. ഓസ്ട്രേലിയ സമ്മതിക്കണില്ല. ഓക്കെ ഇറ്റ്സ് റൗള്. ഓ ഹാജി യാ. സോ നേരത്തെ ഗോള് ഹാജി അസിസ്റ്റ് കൊടുത്ത് നമ്മുടെ റൗൾ അടിച്ച്. ഇപ്പോൾ അതേ റൗൾ അസിസ്റ്റ് കൊടുത്ത് ഹാജി അടിച്ച്. കൊള്ളാം. സോ ഫസ്റ്റ് ഹാഫ് എന്തായാലും നേരിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് 2-0 നമുക്കാണ് മാച്ച് അനുകൂലം. ഓക്കെ സെക്കൻഡ് ഹാഫ് നോക്കി നോക്കി എന്താകുന്നു. പിന്നെ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഏത് കണ്ടൻറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത് എന്ത് കണ്ടൻറ്റാണ് നമുക്ക് ഈ ഫുട്ബോളറിൻ്റേത്. ആൻഡ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഗെയിം നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ സോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ടാവും. സോ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റിക്യൂ പോയി എടാ സ്കൂൾസ് അടിച്ചേ അടിക്ക്. എടാ എന്തോ എടാ എന്തോന്നാടാ എന്തു. ഇറ്റ്സ് റിക്യൂ പോയി ആൻഡ് ഇറ്റ്സ് ഗോൾ. കേസ് ബോയാൻ ടു ഹാജി. ഹാജിക്കാണ് സ്കില്ലും ഞാൻ കൊടുത്തിട്ടില്ല കേസ്. ഡബിൾ ടച്ചും ഇല്ല, മാർഷൽ ടേണും ഇല്ല, ഒന്നുമില്ല കേസ് ഹാജിക്ക്. അതൊരു ഡ്രിബിൾ ചെയ്ത് കയറാൻ കുറച്ച് പാടായിരിക്കും കേസ്. റോള് അടിക്ക് എടാ ഹാജി. ഓക്കെ കേസ് ഗോൾ കീപ്പർ കയറി വന്നിട്ട് കേസ് എന്തായാലും നന്നായി. നമ്മുടെ റൗളിനാണ് കേസ് ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. പക്ഷേ ആ ചെങ്ങായി ഗോളിൻ്റെ നേരെയാണ് അടിച്ചു കൊടുത്ത്. അപ്പോൾ അവിടെ ഹാജി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓ കേസ് ഇവിടെ ഒരു ഗോളിൻ്റെ മണം ഞാൻ മണക്കില്ല കേസ്. റൈക്കാർഡ് സീന് ഹസാർഡ് ഈദൻ ഹസാർഡ് പേരൊന്നും മാറിപ്പോയി കേസ്. ഓ കേസ് ഇറ്റ്സ് റൗള മോനെ അടിക്കടാ സാനിയേറ്റി. എടാ പാർജി സനേറ്റി എന്നടാ ഇവിടെ വന്ന് നിൽക്കണേ. അല്ലേ ഇതന്നെ ഡിഫൻസ് ഓട്ടയാ. എൻ്റെ ഇടയിൽ കൂടി ചെങ്ങായി എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേന്നാണ് എൻ്റെ ഡൗട്ട്. എടുക്കുക. ഓക്കെ സ്കോൾസ് ഡബിൾ ടച്ച് സ്കോൾസ് അട്ടിയടാ അടാ. ഓക്കെ ബോയാൻ അജി ട്രൈ കാർഡ് ഇട്ട് കൊടുത്തു. കൊള്ളാം. ഓക്കെ നൈസ്. ഓക്കെ എന്തായാലും നമ്മുടെ കളി കഴിഞ്ഞിട്ടുണ്ട്. സോ കൊള്ളാൻ കുഴപ്പമില്ല. ഓക്കെ ഗൈസ് അപ്പോൾ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാനൊക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. ഓക്കെ അപ്പോൾ ബൈ.